സിനിമുട്ടയിലേക്ക് സ്വാഗതം. എന്നാൽ ഇപ്പോൾ ഒരു തമാശ ആയിക്കളയാം. അത് എല്ലാ തമാശയും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ചിലർക്ക് കൊച്ചു തമാശ പറഞ്ഞാൽ പോലും പൊട്ടിച്ചിരിക്കുന്നവരുണ്ട്. ചില തമാശ കേട്ടാൽ ഉടനെ അതിനകത്തോ തമാശ, അതിനകത്തൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പം വ്യത്യസ്തമായിട്ടുള്ള ആസ്വാദകരാണുള്ളത്. എല്ലാം ഒന്നും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല, ചിരിക്കണമെന്നില്ല. എങ്കിൽ പോലും ഒരു കൊച്ചു സംഭവം ആയതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ചിരിക്കാൻ അറിയാവുന്നവർക്ക് മാത്രം ഇട്ട് തരുന്നു. ഇഷ്ടമുള്ളവർ ചിരിക്കുക, അല്ലാത്തവർ ചിരിക്കാണ്ടിരിക്കുക. സാധാരണ ഞായറാഴ്ച പള്ളി പിരിയുന്ന പോലെ തന്നെ അന്നത്തെ ഞായറാഴ്ച പള്ളിയിൽ പിരിയുന്നതിന് മുമ്പ് അച്ഛൻ ഒരു ദീർഘ പ്രസംഗം നടത്തി. ആ ഇടവകയിൽ അച്ഛൻ യാത്രയായതാണ്. കുറേ വർഷങ്ങളായി അവിടെ വന്നിട്ട് അവിടുത്തെ ഓരോ കുടുംബങ്ങളും അച്ഛന് വളരെ സുപരിചിതമാണ്. അപ്പോൾ അച്ഛൻ അന്ന് പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞു, എത്രയും വർഷത്തെ സേവനം ഈ പള്ളിയിൽ എനിക്കുണ്ട്. ഇവിടുത്തെ എല്ലാ കുടുംബാംഗങ്ങളുമായിട്ട് എനിക്ക് നല്ല ബന്ധങ്ങളാണ്. ഓരോ കുഞ്ഞു കുട്ടിയെ പോലും എനിക്കറിയാം. എല്ലാവരുടെയും സ്വഭാവം എനിക്കറിയാം. എന്നാലും നിങ്ങളെല്ലാം കർത്താവ് രക്ഷിക്കട്ടെ. നിങ്ങൾക്ക് എന്നിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നും പറഞ്ഞ് അച്ഛൻ എല്ലാവരുമായിട്ട് യാത്രയൊക്കെ പറഞ്ഞ് ഓരോരുത്തരും വ്യക്തിപരമായിട്ടും ഒക്കെ കണ്ടു. അച്ഛനുമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ മറിയും മത്തായും കൂടെ അവിടെ വെച്ച് കാണുന്നത്. അപ്പം അച്ഛൻ പറഞ്ഞു, മത്തായിയെടുത്ത് പറഞ്ഞു, മറിയെടുത്തും പറഞ്ഞു, എനിക്ക് വളരെ വിഷമമുണ്ട്. നിങ്ങൾക്കൊരു കുഞ്ഞുങ്ങൾ ഇതുവരെ ഇല്ലാത്തതിൻ്റെ വിഷമം എനിക്കറിയാം. ഞാൻ വന്നപ്പോൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ നിങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ലെന്ന് എനിക്കറിയാം. എന്നപ്പം മറിയം പറഞ്ഞു, അച്ഛൻ എന്തായാലും വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ വിളി കേൾക്കാണ്ടിരിക്കത്തില്ല. അപ്പം അച്ഛൻ പറഞ്ഞു, ഞാൻ എന്തായാലും റോമിലോട്ട് പോകുന്നുണ്ട്. റോം വഴി ഞാൻ പോകുമ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി മെഴുതി കത്തിച്ച് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഇത് ഞാൻ ഉറപ്പ് തരുന്നു എന്നും അച്ഛനൊക്കെ പറഞ്ഞു. ഇവർക്ക് സന്തോഷമായി. ഇത്രയും നല്ലൊരു അച്ഛൻ വേറെ ഇല്ലായിരുന്നു ആ ഇടവകയിൽ. അങ്ങനെ എല്ലാവരും ഒക്കെ അച്ഛനെ യാത്രയാക്കി. എല്ലാവരും ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു. അങ്ങനെ അച്ഛൻ ആ ഇടവകയിൽ നിന്ന് പോയി. ആ ഇടവകയിലേക്ക് ഒരു പുതിയൊരു അച്ഛനും വന്നു. വർഷങ്ങൾ കഴിഞ്ഞ് 8 വർഷമായി കാണും. ഈ അച്ഛൻ തിരിച്ച് ആ ഇടവകയിൽ വന്നു. സാധാരണ അങ്ങനെ വരണമെന്നില്ല. അച്ഛൻ സാധാരണ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും അന്യ ദേശങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ അന്യ സ്റ്റേറ്റുകളിലൊക്കെ പോയി ജോലി ചെയ്യും. അങ്ങനെയാണ് അവരുടെ. ഇതെന്തോ ഭാഗ്യവശാലോ ദുർഭാഗ്യവശാലോ അച്ഛൻ അവിടെ വന്ന ഇടവകയിലേക്ക് ആദ്യം. അച്ഛൻ ഇങ്ങനെ ഓരോരുത്തരെയും നോക്കി. എല്ലാ മുഖങ്ങളും പരിചയ മുഖങ്ങളുണ്ട്, വർഷമായി കണ്ടിട്ട്. അച്ഛൻ ഇങ്ങനെ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അവസാനം മറിയടത്തി കണ്ടത്. മറിയ ഓടി വന്നു. അച്ഛൻ എന്നെ മനസ്സിലായോ? അപ്പോൾ പറഞ്ഞു, മറിയല്ലേ? ഞാൻ മറിയാന്നേ. നിന്നെ കർത്താവ് സഹായിച്ചോ? കുഞ്ഞുണ്ടായോ? ഉണ്ടായി അച്ഛോ, ഉണ്ടായി. എനിക്കിപ്പോൾ 8 പിള്ളേരായി. അച്ഛൻ പോയിട്ട് 8 വർഷം കഴിഞ്ഞില്ലേ, 9 വർഷമായി. എനിക്ക് 8 കുട്ടികളാണ്. ആഹാ, മത്തായി എടുക്കണാണല്ലോ. മത്തായി അവിടെ പോയി? അച്ഛൻ റോമിൽ പോയിരിക്കുക അച്ഛോ, ആ മെഴുതിരി അടയ്ക്കാൻ പോയിരിക്കുക. ഇനി എനിക്ക് താങ്ങാൻ വയ്യ അച്ഛോ. എനിക്ക് വല്ല തോന്നിയോ? എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നന്ദി, നമസ്കാരം.